സുനേട്ടാ സുനേട്ടാ ആ ഗിരീഷ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരു പൊട്ടാസ് കയ്യിലിരുന്ന് പൊട്ടിയതാടാ. പൊട്ടാസാ? ഈ പൊട്ടാസ് കയ്യിലിരുന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഈ കൈപ്പത്തിയൊക്കെ തെറിച്ചു പോവോ? ഇപ്പോഴത്തെ പൊട്ടാസിനൊന്നും വിശ്വസിക്കാൻ പറ്റൂലടാ. എന്നാലും ഈ പൊട്ടാസ് പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൈപ്പത്തിയൊക്കെ തകർന്നു പോകുമെന്ന് എനിക്ക് തോന്നല്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റണല്ല. നീ വിശ്വസിക്കണ്ട, അല്ലെങ്കിൽ നിനക്കൊക്കെ നാട്ടുകാർ പറയാനാണല്ലോ വിശ്വാസം. ആ നാട്ടുകാർ പറയണത് സുനേട്ടൻ ബോംബുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ കയ്യിലിരുന്ന് പൊട്ടിത്തെറിച്ചാണെന്നാണ് പറയണത്. എടാ ഗിരീഷേ, ബോംബ് പോയിട്ടൊരു ബോണ്ട പോലും എനിക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലെന്ന് നിനക്കറിയാൻ പാടുള്ളല്ലേ? എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലാ? അത് തന്നെയാണ് പറഞ്ഞത്. ഇതൊക്കെ പണി അറിയാവുന്നവരോട് പറഞ്ഞുണ്ടാക്കിച്ചാൽ പോരെ, വെറുതെ വേണ്ടാത്ത വയ്യാവേലിക്ക് കിടന്നിട്ട്. എടാ നീ ഒന്നും വിശ്വസിക്ക്. ഇന്നലെ തെക്കേപ്പാട്ട് അമ്പലത്തിൽ ഉത്സവത്തിന് പേരക്കിടാവിനെ കൊണ്ടൊന്ന് പോയി. ഉത്സവപ്പറമ്പിൽ ചെന്നപ്പോൾ അവൻ ഒരേ നിർബന്ധം, പൊട്ടാസിട്ട് പൊട്ടിക്കണ തോക്ക് വേണമെന്നും പറഞ്ഞു. കരച്ചിലായി, ബഹളമായി. ലാസ്റ്റ് 120 രൂപ കൊടുത്ത് ഞാൻ ഒരെണ്ണം മേടിച്ചു കൊടുത്തു. അത് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ആ പൊട്ടാസ് ആ തോക്കിൽ ലോഡ് ചെയ്യുമ്പോൾ ഒരൊറ്റ പൊട്ടിത്തെറി. കൈപ്പത്തി പോയി. ഇതാണ് സംഭവിച്ചത്. അതിനാണ് ഈ പറഞ്ഞുണ്ടാക്കണത്. നിന്നോട് ആരാണിത് പറഞ്ഞത്? അല്ലാണ്ട് നീ പറയണ പോലെ ഒന്നും അല്ല കാര്യങ്ങൾ കേട്ടാ. ഒന്നാമത്തെ ഈ ഇപ്പോഴത്തെ പൊട്ടാസൊക്കെ വലിയ പ്രശ്നമാണ്. അതൊക്കെ ശരിക്കും നിരോധിക്കേണ്ടതാണ്. കൊച്ചുങ്ങൾ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിലാ ആര് സമാനം പറയും? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിപ്പോൾ എനിക്കതിൻ്റെ വലിയ ഇതിങ്ങനെ അവസാനിച്ച്. ഞാൻ കിടക്കട്ടെ, വയ്യ. എൻ്റെ അമ്മ. ഞാനേ പൊട്ടാസ് നിരോധിക്കാൻ പറ്റുമോ നോക്കട്ടെ.